Hello, welcome to our next topic. Excel, how to format our data. Data addition and format. This class explain this soon. Look here, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റുഡൻസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ മാർക്ക് ടോട്ടൽ വരെ ചെയ്തു വെച്ചു. റോ ഇൻസേർട്ട് ചെയ്യാനും നമുക്ക് റോ ഡിലീറ്റ് ചെയ്യാനും കോളം ഡിലീറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതൊക്കെ നിങ്ങൾ നോക്കിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡേറ്റ ടൈപ്പ് ചെയ്ത് കോമൺ ലെറ്റർ കിടന്നതിൽ നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി എങ്ങനെയാണ് ലെറ്റർ അഥവാ ഫോണ്ട് മാറ്റുക, ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റുക, അതിൻ്റെ സൈസ് വിട്ട് കൂട്ടുക, അത് അലൈൻ ചെയ്യുക, ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഡേറ്റ അലൈൻമെൻറ്റ്. പിന്നെ നമുക്ക് ഫോമാറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഫോമാറ്റിൽ പല നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഇഷ്ടം ഫോമാറ്റ് ചെയ്യാം. കോമൺ ആയിട്ട് കുറച്ച് ഡേറ്റ സ്ട്രക്ചർ ഫോർമാറ്റുകളുണ്ട്, അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതല്ല നമ്മൾ യഥേഷ്ടം നമുക്ക് ചെയ്യുന്ന രീതിക്ക് ബേസിക് ആയിട്ടുള്ള എഡിഷൻ മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഞാൻ സ്റ്റുഡൻസ് മാർക്സ് റിപ്പോർട്ട്സ് ഓൺ 2025 എന്നുള്ളത് ഞാൻ റെഡ് ലെറ്ററിലാക്കി അതിൻ്റെ സൈസ് ഫോണ്ട് ലാർജ് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 4-5 ലൈൻ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ANM ഗവൺമെൻറ് സ്കൂൾ തെക്കും ഭാഗം ചേർത്തല ആലപ്പുഴ. ഞാൻ വെറുതെ ഒരു അഡ്രസ്സങ്ങ് അടിച്ചതാണ്, ഫോൺ നമ്പരും ഒക്കെയാണ്. ആ സ്കൂളിന് നമ്മൾ ടൈറ്റിലും കൊടുത്തു, വെറുതെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതൊന്നും അല്ല. സ്റ്റുഡൻസ് മാർക്സ് റിപ്പോർട്ടെന്ന് അടിച്ച് ഞാനതിന് ഇതിപ്പം ഞാൻ ചെയ്ത് വെച്ചത് ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു. കണ്ട, ഒറ്റ സെല്ലായിട്ട് ഇത്ര വലിയ സെല്ല് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ന് പറഞ്ഞാൽ ഇത് പല സെല്ലുകളാണ്. അതായത് ABC മുതൽ P വരെയുള്ള കോളം ഉണ്ട്. ഇപ്പോൾ ഇത് ഒറ്റ സെല്ലായിട്ടാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് മെർജ് ചെയ്തു. ഞാൻ എൻ്റെ ടൈറ്റിൽ വേണ്ടത് ഒറ്റ സെല്ലിലാണ്. അപ്പം ഞാൻ അത്രയും കോളത്തെ സെലക്ട് ചെയ്ത് അതിനെ അങ്ങ് മെർജ് ചെയ്തു. അപ്പോൾ ഇത്രയും നീളമുള്ള ഒരു സെല്ലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ ടൈറ്റിൽ അതിൻ്റെ മിഡിലിൽ നിൽക്കണം. അപ്പം ഞാനത് അലൈൻ ചെയ്തു, അഥവാ സെൻട്രലൈസ് ചെയ്ത് വെച്ചു. ലെഫ്റ്റ് അലൈൻമെൻ്റ് ഉണ്ട്, റൈറ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻ്റ് ഉണ്ട്. അപ്പം ഞാനതിനെ സെൻറ്റർ ചെയ്ത് വെച്ചു. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ അലൈൻമെൻറ്റും ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെല്ലിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ട് അത് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ ഇനി എനിക്ക് എന്താ വേണ്ടത്, ഈ ടൈറ്റിലുകളെ കൂടി നമുക്ക് ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കണം, സൈസ് ഇൻക്രീസ് ചെയ്യണം. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഈ സെല്ല് നോക്കിയേ, ഈ സെല്ല് ഇപ്പോൾ ഒറ്റ സെല്ലായിട്ടാണ് കിടക്കുന്നത്. അടുത്തത് ഒറ്റ സെല്ലായിട്ടാണ് കിടക്കുന്നത്. അടുത്തത് നോക്കിയേ, അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത്രയും ഭാഗം മാത്രമുള്ള ഒരു സെല്ല്, ഇത്രയും 2-3 കോളം എടുത്ത് മെർജ് ചെയ്ത് വെച്ചു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മെർജ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം മെർജ് ചെയ്യുമ്പോൾ അതിലെ കണ്ടൻസ് എല്ലാം നമുക്ക് പിന്നെ നോക്കാം. എവിടം മുതൽ എവിടം വരെയുള്ള കോളം. അപ്പോൾ A മുതൽ നമുക്ക് P വരെയുള്ളതാണ് മെർജ് ചെയ്യേണ്ടതെങ്കിൽ അത് നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യാം. അതിനകത്ത് കിടക്കുന്ന കണ്ടൻസ് ഏത് സെല്ലിലായിക്കോട്ടെ, ഇതിനെ നടുക്കാട്ട്. അപ്പോൾ തെക്കും ഭാഗം എന്നുള്ളത് നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നേരെ മുകളിൽ നോക്കുക, ഒരു ടോക്കൺ കാണാം, നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാം, A എന്നുള്ളത് കിടക്കുന്ന മെർജ് ആൻഡ് സെൻറ്റർ. അപ്പോൾ ആ സെല്ലിനകത്തുള്ള കണ്ടൻസ് അവിടെ നിൽക്കുമെന്ന് അവിടെ താഴെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. മെർജ് ആൻഡ് സെൻറ്റർ ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഇപ്പോൾ അൺമെർജാണ്. ഓൾറെഡി ഞാൻ മെർജ് ചെയ്തിരുന്നു, വീണ്ടും സെലക്ട് ചെയ്തപ്പോൾ അത് അൺമെർജായി. കണ്ട ഓരോ സെല്ലായി മാറി, കണ്ടോ? അപ്പം മെർജ് ചെയ്യാനും അത് റിട്ടേൺ ചെയ്യാനും നിങ്ങൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതേ നോക്കിയേ, സെലക്ട് ചെയ്തു, മെർജ് ആൻഡ് സെൻറ്റർ കൊടുത്തു, സെൻറ്ററിൽ വന്നാണ്ട. അത് വേണ്ടെങ്കിൽ വീണ്ടും അത് സെലക്ട് ചെയ്യുക, അതേപോലെ ക്ലിക്ക് ചെയ്താൽ അത് ഓഫാവും. അപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇത്രയും മെർജാണ്. ഇനി നമുക്കിതിൻ്റെ എല്ലാം സൈസ് കൂട്ടണം. അപ്പം നമുക്കിതിൻ്റെ ഇത്രയും എണ്ണത്തിൻ്റെ ടൈറ്റിലിൻ്റെ സൈസ് സെയിം സൈസായിട്ട് വരണം. വേറെ ഫോണ്ട് വേണം. അപ്പം നമ്മൾ ഫോണ്ട് ഇവിടെ നമുക്ക് ഏതാ കിടക്കുന്ന, കാലിബറിയാണ് കിടക്കുന്നത്. അതിന് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഫോണ്ട് വേണം, ആൽജറിയൻ വേണം, നമുക്കത് കൊടുത്തു, സെലക്ട് ചെയ്തു, ആ ഫോണ്ട് വന്നു. പക്ഷേ സൈസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യണം. ഇവിടെ സൈസിൻ്റെ ഫോണ്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ അടിച്ചു കൊടുത്തെടുക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് 16 സൈസ് വേണം, ഞാൻ 16 സൈസ് സെലക്ട് ചെയ്തു. ആ ടൈറ്റിൽ ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത് പോരെങ്കിൽ നമുക്ക് ഇവിടുന്ന് അതിനെ റെഡ്യൂസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും 2 ഐക്കണുണ്ട്. ഫോണ്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നതുകൊണ്ടോ അത് ഡിക്രീസ് ചെയ്ത് വരുന്നതുകൊണ്ടോ 2 ഐക്കൺ ഇവിടെയുണ്ട്. അതല്ലെങ്കിൽ ഫോണ്ട് സൈസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തോ എടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഫോണ്ടിൻ്റെ ഏത് ഫോണ്ടാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോണ്ട് മാറിയിട്ടുണ്ടോ?
അപ്പം നമുക്ക് ഏത് ഫോണ്ട് വേണം, അതിവിടെ ആരോ സ്ക്രോൾ ബട്ടൺ ഉണ്ട്, സ്ക്രോൾ ബട്ടൺ എടുത്താൽ നമുക്ക് ധാരാളം ഫോണ്ടുകളുണ്ട്, സൈസ് കിടപ്പുണ്ട്. ഏത് ഫോണ്ടാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഫോണ്ട് എടുത്തു, അത് കസ്റ്റലർ എടുത്ത് ആ ഫോണിൽ നിൽക്കുകയാണ്. ഈ സൈസ് കുറച്ചുകൂടെ കൂട്ടണമെന്ന് വെച്ചോ, ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മളെ ഫോൺ നമ്പർ ഇവിടെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ മാത്രം നമുക്ക് റെഡ്യൂസ് ചെയ്തോടെ വരുത്താം. ഫോൺ നമ്പർ എത്ര സൈസ് വേണ്ട അതിനെ മാത്രം സെലക്ട് ചെയ്ത് ഞാൻ റെഡ്യൂസ് ചെയ്ത് വെച്ചു. ഇനി ഇതിന് കളർ കൊടുക്കണം. നമ്മൾ അലൈൻ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, സൈസ് ഫോണ്ട് സെലക്ട് ചെയ്തു, സൈസ് ഇൻക്രീസ് ചെയ്തു. നമുക്കിനി അതിനെ എന്ത് ചെയ്യണം, കളേഴ്സ് ഇവിടെ കണ്ടോ, ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ്, ഫിൽ കളറാണ്, ഇതാണ് ഫോണ്ട് കളർ. കണ്ടോ, ഫോണ്ട് കളർ ചേഞ്ച് ചെയ്ത ടെസ്റ്റ് കളർന്ന് കാണും. അപ്പോൾ ടെസ്റ്റ് കളർ ചേഞ്ച് ചെയ്യാൻ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് കളേഴ്സ് ബട്ടൺ കിട്ടും. മോർ കളേഴ്സ് വേണേൽ വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡ് കളർ വേണം, റെഡ് വേണം, അല്ലെങ്കിൽ ബ്ലാക്ക് വേണം, ബ്ലൂ വേണം. ഇവിടെ നമ്മൾ ഡാർക്ക് ബ്ലൂ കൊടുത്തു. അതല്ല നമുക്ക് നേവി ബ്ലൂ വേണം, നേവി ബ്ലൂ കൊടുക്കാം. അപ്പം നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഫോണ്ട് ഇത് ഇഷ്ടമായില്ല, നമുക്ക് വേറൊരു ഫോണ്ട് വേണം, നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് ഫോണ്ട് എടുത്തു അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഫോണ്ട്, ഇതൊക്കെ ഒന്ന് പ്രിൻറ്റിൽ അത്ര സുഖമുള്ള ഫോണ്ടല്ല. അപ്പോൾ ഏത് ഫോണ്ട് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക, അതിന് കളർ എടുക്കുക, സൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യുക. അതിന് ജസ്റ്റിഫൈ അലൈൻ ചെയ്തത് നമ്മൾ കണ്ടല്ലോ. ഇവിടെ അലൈൻമെൻ്റ് ഉണ്ട്, ലെഫ്റ്റ് അലൈൻ, റൈറ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്. ജസ്റ്റിഫൈ ചെയ്യുക. ഇതെന്ന് പറയുന്ന റോയുടെയും കോളത്തിൻ്റെയും ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ഇത്തിരി കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ റോയുടെ താഴെയല്ലേ ആ ടൈറ്റിൽ നിൽക്കുന്നത്, അത് നമുക്ക് സെൻട്രലായിട്ട് കിട്ടണം. അതാണ് അതിൻ്റെ ഹൈറ്റ് അലൈൻമെൻ്റ് ആണ് ഈ കാണിക്കുന്നത്. കാണാം, സ്കിപ്പ് ചെയ്ത് താഴോട്ട് വന്നു, മുകളിലോട്ട് ടോപ്പിൽ പോയി, മിഡിലിൽ വന്നു, ബോട്ടം വന്നു. അപ്പോൾ ടോപ്പ്, സെൻറ്റർ, ബോട്ടം. അപ്പോൾ ഈ ഹൈറ്റിനനുസരിച്ച് അതിനെ അലൈൻ ചെയ്യാനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്തു നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, Ctrl+Z കൊടുക്കുക. കേട്ടോ, പഴയ ഫംഗ്ഷൻ എല്ലാം പോയി വരുന്നുണ്ടോ, പഴയതുപോലെ വന്നു. അപ്പോൾ വീണ്ടും അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ Ctrl+Y കൊടുത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. Ctrl+Z കൊടുത്ത് വേണ്ടാത്ത ഫംഗ്ഷനെ നമുക്ക് ഓഫാക്കി വെക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, 7 minutes കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇത്രയും ഫംഗ്ഷൻസുകൾ ചെയ്ത് നോക്കുക. ഓട്ടോ ഫോർമാറ്റ് ഉണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, അലൈൻമെൻറ്റ് ഇത്ര മാത്രമേ നോക്കിയുള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.